ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകൾ ഇലക്ഷന് മുമ്പ് കേരള ജനതയോട് പറഞ്ഞിരുന്നൊരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നത്. ഇപ്പോൾ പ്രിയദർശിനി എന്ന പേരിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഈ സൗജന്യ യാത്ര ധാരാളം പേർ അനുഭവിക്കുന്നുണ്ട്. അത് ധാരാളം പേർക്ക് സഹായകരവുമാണ്. എന്നാൽ ഏതാനും കുറേ പേരുടെ ഒരു സമരാഭാസം കാണുവാനിടയായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അവരുടെ ആവശ്യം എല്ലാവർക്കും എല്ലാ ബസ്സുകളിലും സൗജന്യം വേണം എന്നതാണ്. ഒരു നല്ല കാര്യം നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് പിന്തുണ നൽകേണ്ടതിന് പകരം അതിനെ പാര വെച്ച് പൊളിക്കുക എന്നതല്ലേ അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് എല്ലാ ബസ്സുകളിലും എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗജന്യ യാത്ര നൽകുക? അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നില്ല. എന്നിട്ടും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഈ തരത്തിലുള്ള പ്രവണത അപലപനീയം തന്നെ. അതിന് എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, ഒരു ഉടമസ്ഥൻ്റെ സ്ഥലത്തുള്ള മാവ് വളരെ കാലമായി കായ്ഫലമൊന്നുമില്ലാതിരിക്കുകയായിരുന്നു. അത് കായ്ച്ച് 100-ലധികം മാങ്ങകൾ അദ്ദേഹത്തിന് ലഭിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം പരാതിപ്പെടുകയാണ്, എന്താ മാവ് 100 മാങ്ങയല്ലേ ഉണ്ടാക്കിയുള്ളൂ, 1000 തന്നില്ലല്ലോ എന്ന്. ഇതുപോലെയല്ലേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ലാതിരുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ നടപ്പിലാക്കുന്ന സർക്കാരിന് പൊതുജനം വേണ്ടത്ര സഹകരണവും സഹായവും ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ കണ്ടതിനെല്ലാം സമരം എന്നുള്ള ആ മനോഭാവം നീക്കിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെ, നമ്മുടെ ജനങ്ങളെ സേവിക്കുക എന്നതായിരിക്കട്ടെ പൊതുജന പ്രവർത്തനം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.